നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ആദ്യത്തെ 1 ലക്ഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദ്യത്തെ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ആദ്യം തന്നെ ഡോണ്ട് ഇൻവെസ്റ്റ് വിത്തൗട്ട് സേഫ്റ്റി നെറ്റ്. അതായത് നമുക്കൊരു വീണാലും പരിക്ക് പറ്റാത്തൊരു സേഫ്റ്റി നെറ്റ് ഇല്ല ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം മൊത്തം സേവിങ്സ് ആയിട്ട് 1 ലക്ഷം രൂപയേ ഉള്ളൂ. ആ 1 ലക്ഷം രൂപയെ നിങ്ങളെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അർജൻസി ഉണ്ടാകുകയാണ്, പെട്ടെന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് ഫണ്ട് റോൾ ചെയ്യേണ്ട ഒരു എമർജൻസി വന്നു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഒന്നെങ്കിൽ നിങ്ങൾ വലിയ പലിശയ്ക്ക് ലോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കിട്ടുന്ന പൈസയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ ഒക്കെ വിറ്റിട്ട് നഷ്ടത്തിൽ ആ പൈസ തിരിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ രണ്ടായാലും നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ഒരു ലംസം എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സേഫ്റ്റി നെറ്റ് പോലെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. ഒരു 3 മാസത്തെങ്കിലും എക്സ്പെൻസ് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കയ്യിൽ റെഡിയാക്കി വെക്കുക. അത് നിങ്ങളുടെ ഓരോ മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ചായിട്ട് പൈസ മാറ്റി വെച്ചാലും മതി. ഈ എമർജൻസി ഫണ്ട് സ്വരൂപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. വലിയ തുകയൊന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല, 500 രൂപയായാലും SIP ആയിട്ട് മാറ്റി ഇട്ടാലും മതി. അതും ലോങ് ടൈമിൽ കോമ്പൗണ്ടിങ്ങിൽ നല്ല വെൽത്ത് നൽകും. അപ്പോൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എമർജൻസി ഫണ്ട് സെറ്റ് ആക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതും ഈ പറയുന്ന പോലെ ചെറിയ 400-500 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ടേം ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ക്ലിയർ ബാഡ് ഡെബ്റ്റ്സ് ഫസ്റ്റ്. വലിയ പലിശ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന കടങ്ങളെയാണ് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് ഡ്യൂസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബാഡ് ഡെബ്റ്റ്സിന് ഉൾപ്പെടുത്താം. കാരണം ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 35%. ഒരു പേഴ്സണൽ ലോണിന്റെ ചിലവ് 17%, 15% ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഡ്യൂ എന്ന് പറയുന്നത് 35% അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ബാഡ് ഡെപ്റ്റ് ആണ്. അതൊക്കെ ആദ്യം ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റിനും ഈ പറയുന്ന പോലെ 36% കൂടുതൽ റിട്ടേൺസ് ഒന്നും ആനുവലി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അതൊക്കെ ലക്ക് ബൈ ചാൻസ് ആണ്. വൺസ് ഇൻ എ വൈൽ ഒക്കെ ഒരു പ്രാവശ്യം സംഭവിച്ചു. ലോട്ടറി എടുക്കുന്ന പോലെയൊക്കെയാണ്. സോ ക്രെഡിറ്റ് കാർഡ് ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ ഹൈ ഇൻട്രസ്റ്റ് ലോൺ ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യുക. എന്നിട്ട് മാത്രം ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം തന്നെ പറയുമ്പോൾ ഈ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കുമെന്നൊക്കെ പേടിച്ചിട്ടാണ്. പക്ഷേ മാർക്കറ്റിൽ ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള, അതായത് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും വർഷങ്ങളായി സ്ട്രോങ് ആയി പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള കമ്പനികളുണ്ട്. മാസം 2000 രൂപ വെച്ച് നീക്കി വെച്ചാലും ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ബജാജ് അലിയൻസ് ലൈഫിന്റെ നിഫ്റ്റി 500 ലോ വോളറ്റിലിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ പണം ഇങ്ങനെയുള്ള കമ്പനികളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ വരുന്ന ഏപ്രിൽ 30 വരെയാണ് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത്. അന്നാണ് NFO ലാസ്റ്റ് ഡേറ്റ്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ തന്നെ ഫോണിലൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ വീട്ടിൽ നേരിട്ട് ഒരു ഏജന്റ് വന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ഇനി ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 1 രൂപ പോലും നഷ്ടപ്പെടില്ല എന്നുള്ള ഗ്യാരണ്ടിയുണ്ട്. ഇതിന്റെ ഇപ്പോഴത്തെ NAV എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇനി ഈ NFO ഇൻഡെക്സിന്റെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-7 വർഷങ്ങൾ 20.4%, 19% ശരാശരി റിട്ടേൺസ് ഓരോ വർഷവും തന്നിട്ടുണ്ട്. ബാങ്കിലൊക്കെ ഫിക്സഡ് ഇടുമ്പോൾ കിട്ടുന്ന 5-6%-നെക്കാളും എത്രയോ കൂടുതലാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മാസം നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. വർഷത്തിൽ 2 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്ക് കഴിയുമെങ്കിൽ മാസം 18,000 രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കോടിയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിൻ പീരീഡ് ഉള്ളതുകൊണ്ട് അത്രയും വർഷം തുടർച്ചയായിട്ട് മാറ്റി വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏപ്രിൽ 30 ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 5 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡിഫൈൻ യുവർ ഗോൾ ക്ലിയർലി. അതായത് ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, ഞാൻ എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5 വർഷത്തേക്കാണോ, 10 വർഷത്തേക്കാണോ, 15 വർഷത്തേക്കാണോ, 20 വർഷത്തേക്കാണോ, അതോ 30 വർഷത്തേക്കാണോ? ചുമ്മാ കണ്ണും പൂട്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിനേക്കാളും ഒരു ഗോൾ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു, പെട്ടെന്ന് മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങൾ പാനിക്കാവും. എല്ലാവരും അവരവരുടെ സ്റ്റോക്ക് വിറ്റ് ക്ലിയർ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളും ആ ഒരു റഷിൽ പെട്ട് ചിലപ്പോൾ നിങ്ങളും എടുത്തു ചാടി നിങ്ങളുടെ സ്റ്റോക്കുകളൊക്കെ വിൽക്കും.
അപ്പോൾ നഷ്ടത്തിലായിരിക്കും അത് വിൽക്കുന്നത്. അതേസമയം നിങ്ങൾക്കൊരു ക്ലിയർ ഗോൾ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത 30 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അടുത്ത 25 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു ക്ലിയർ ഗോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇപ്പം കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്തായാലും അടുത്ത 5 വർഷത്തിൽ ഇതിനേക്കാളും മുകളിൽ കയറും, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ മുകളിൽ കയറും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. അനാവശ്യമായിട്ട് പൈസ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സേവ് ചെയ്യാൻ സാധിക്കും. സോ ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് ആയിട്ട് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് ആ ഗോൾ ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ പൈസയിൽ നിന്ന് എടുത്ത് വലിയ ഒരു അറിവില്ലാതെ ട്രേഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. അതായത് ഇൻട്രാഡേ ട്രേഡ് പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും എടുത്ത് ചാടാതിരിക്കുക. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നത് മാത്രമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. ട്രേഡിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി തന്നെ സമയം ചെലവഴിച്ച് ട്രേഡിംഗ് പഠിച്ചതിന് ശേഷം സെപ്പറേറ്റ് ഒരു ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെച്ച് ഒരു പൊസിഷൻ സൈസിങ് ഒക്കെ വെച്ചിട്ട് അത് വേറൊരു ഇതിൽ ചെയ്യേണ്ടതാണ്. അല്ലാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അതുപോലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലേക്കൊന്നും എടുത്ത് ചാടാതിരിക്കുക. പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞ് പ്രകോപിപ്പിക്കും. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോങ് ടൈമിൽ വെൽത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ റാൻഡം ആയിട്ടുള്ള മൾട്ടി ബാഗർ ടിപ്സ് പലരും തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇത്ര 30 വർഷത്തേക്ക് ഇന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകണമെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഈ റാൻഡം ആയിട്ട് ഒരു മൾട്ടി ബാഗർ ഐഡിയ കിട്ടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തുക എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളോ മിഡ് ക്യാപ് സ്റ്റോക്കുകളോ ഒക്കെ ആയിരിക്കും. അതാണ് അത്രയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളത് അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്കാണ്. ലാർജ് ക്യാപ്പൊക്കെ ഒരു വോളറ്റിലിറ്റി കുറഞ്ഞൊരു സ്റ്റേബിൾ ആയിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത്. സോ നിങ്ങൾ ഈ ഒരു ലോങ് ടൈം വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഐഡിയയിൽ വെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന് അങ്ങനെയൊക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെ ടെലഗ്രാം ചാനലുകളിലും വാട്സപ്പ് ചാനലുകളിലും ഒക്കെ വരുന്ന സ്റ്റോക്ക് കോൾസ് അതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊന്നും അത്രയും ഗ്രാഹ്യമായിട്ടുള്ള ഐഡിയ ഇല്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 1-2 നല്ല ഇൻഡെക്സ് ഫണ്ടുകളിലൊക്കെ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാം. അതിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നോളജ് കിട്ടുമ്പോൾ നല്ല രീതിയിലൊക്കെ കുറച്ച് ഡൈവേഴ്സിഫൈഡ് ആകാം. ഇപ്പോൾ നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി 100 അല്ലെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് 100 ഇങ്ങനെയൊക്കെയുള്ള ഇൻഡെക്സുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നല്ല ഇൻഡെക്സ് ഫണ്ടുകളോ മ്യൂച്വൽ ഫണ്ടുകളോ ഒക്കെ നോക്കി നിങ്ങൾക്ക് അവിടെ SIP തുടങ്ങാം, അല്ലെങ്കിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത കാര്യമാണ് റിസ്ക് വേഴ്സസ് റിവാർഡ് റേഷ്യോ മനസ്സിലാക്കുക എന്നുള്ളത്. ഹയർ റിട്ടേൺ ഓൾമോസ്റ്റ് ഓൾവേസ് കംസ് വിത്ത് ഹയർ റിസ്ക്. റിട്ടേൺസ് കൂടുമ്പോൾ റിസ്ക് കൂടാനുള്ള സാധ്യതയും അതിനനുസരിച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്രത്തോളം പൈസ ഇല്ലെങ്കിൽ ഉള്ള പൈസ റിസ്ക് ചെയ്യാതിരിക്കുക. ഒരു മോഡറേറ്റ് റിവാർഡിൽ ഒരു മോഡറേറ്റ് റിട്ടേൺസിൽ ബേസ് ചെയ്ത് പോവുക. അപ്പോൾ റിസ്ക്കും അത്രത്തോളം ഒരു മോഡറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഈ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മാറ്റി വെക്കാമെന്ന് വിചാരിക്കുക. ഒറ്റയടിക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ 1 ലക്ഷത്തിന് ഒരു 4-5 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ടൊരു 3-4 മാസം കൊണ്ട് ഓരോ പാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ മാർക്കറ്റിന്റെ ഹൈസ് ആൻഡ് ലോസ് വലിയ രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കില്ല. നിങ്ങളിപ്പോൾ ഒറ്റയടിക്ക് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ ഈ ടോട്ടൽ ഉണ്ടായിരുന്ന ഫണ്ടാണ്. അടുത്ത ദിവസം പെട്ടെന്ന് മാർക്കറ്റ് 10% ഇടിഞ്ഞു, നിങ്ങൾ ഭയങ്കര പാനിക് ആവും, നല്ല രീതിയിൽ ടെൻഷൻ ആവും. മാർക്കറ്റ് അതുപോലെ കയറുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങും. അപ്പോൾ അവിടെയും സംഭവിക്കുന്ന ഒരു ട്രേഡ് രീതിയാണ്. രണ്ടും നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് അത്രത്തോളം സപ്പോർട്ടീവ് അല്ല. അതേസമയം നിങ്ങൾ പാർട്ടായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നാളെ മാർക്കറ്റ് 10% അല്ലെങ്കിൽ 20% ഇടിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇനി ഒരു 4 ഇൻസ്റ്റാൾമെന്റ്സ് ബാക്കിയുണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 20,000 രൂപ വെച്ചുള്ള ഒരു 5 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നിങ്ങൾ ഒരു 4 മാസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത ദിവസം മാർക്കറ്റ് ഒരു 10% അല്ലെങ്കിൽ 20% ഒക്കെ അടുത്ത ദിവസങ്ങളിൽ ഇടിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ബാക്കി 4 ഇൻസ്റ്റാൾമെന്റ്സ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെടുത്തിട്ട് അതിനെ ആവറേജ് ചെയ്യാം. നിങ്ങൾക്ക് ആ മാർക്കറ്റിന്റെ ഡിപ്പ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അടുത്ത കാര്യമാണ് ഇഗ്നോർ ദ ഷോർട്ട് ടേം നോയ്സ്. മാർക്കറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഗോൾ മാറ്റുകയും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്റ്റോക്ക് അലോക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വിൽക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലോങ് ടൈമിൽ ഒരിക്കലും നമുക്ക് വെൽത്ത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയി പോകണം. ഇത് വാങ്ങിക്കണോ വിൽക്കണോ എന്ത് ചെയ്യണം എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ആപ്പാട് വട്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് അടുത്തൊരു 20 വർഷമാണ്, അല്ലെങ്കിൽ അടുത്തൊരു 25 വർഷമാണ്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ടൈം നോയ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ അപ്സ് ആൻഡ് ഡൗൺസ് നോക്കി പാനിക് ആകാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത തുകയിൽ നിന്ന് വലിയൊരു ഭാഗം ഒരു കാര്യമില്ലാതെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. വൺസ് ഇൻ എ വൈൽ മാർക്കറ്റ് നോക്കുന്നതല്ലാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നതല്ലാണ്. പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നോക്കുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷണൽ കൺട്രോൾ നഷ്ടപ്പെടും. മോശമായിട്ടുള്ള സമയത്ത് എക്സിറ്റ് ചെയ്യാൻ അത് വഴിയൊരുക്കും, വലിയൊരു പൈസ നഷ്ടപ്പെടും. ആ കാര്യം അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ പരിപാടി ഒഴിവാക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവർ പ്രോമിസ് ഇത്ര ശതമാനം നിങ്ങൾക്ക്, ഇത്ര ശതമാനം ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് റിട്ടേൺ നമുക്ക് ഇവിടെ കിട്ടില്ല. ഓവർ ടൈമിൽ ഒരു 5 വർഷം 10 വർഷം അല്ലെങ്കിൽ 20-30 വർഷത്തിലൊക്കെ ഒരു
ആവറേജ് CAGR റിട്ടേൺ ഇത്ര ചിലപ്പോൾ കിട്ടാം എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ല ഇത്ര രൂപ കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതൊക്കെ ഒരു ഐഡിയൽ കണ്ടീഷനാണ്. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ മുമ്പിലുള്ള പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇത്രയും വർഷങ്ങളിൽ ഇങ്ങനെയാണ് പെർഫോം ചെയ്തത്, അപ്പോൾ ഇനി അടുത്ത വർഷങ്ങളിൽ ഇതുപോലെ തന്നെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇത്ര നമുക്ക് കിട്ടാം എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഷുവർ ഷോട്ട് റിട്ടേൺ ഒന്നും ലോകത്താർക്കും പ്രോമിസ് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത കാര്യമാണ് ടാക്സസിന്റെ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇപ്പോൾ STCG ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സസ് അത് 15%. പിന്നെ LTCG ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സസ് അത് 1 ലക്ഷത്തിന് മുകളിലുള്ള പ്രോഫിറ്റ് ആണെങ്കിൽ 10%. അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടാക്സിനത്തിൽ തന്നെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പ്രോഫിറ്റ് കുറവും ടാക്സ് കൊടുക്കുന്ന കൂടുതലുമായിരിക്കും. അപ്പോൾ ലോങ് ടൈം ഗോൾ ആണെങ്കിൽ അതിനെ ലോങ് ടൈം ആക്കി തന്നെ വെക്കുക, ട്രേഡ് ആക്കി മാറ്റാതിരിക്കുക, അനാവശ്യമായിട്ട് ടാക്സ് കൊടുത്ത് ലാഭം നഷ്ടപ്പെടുത്താതിരിക്കുക. അടുത്തൊരു കാര്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളിലേക്കും കൂടെ കുറച്ചൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള രാകേഷ് ജുൻജുൻവാല തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, ഞാൻ എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ എന്റെ ആരോഗ്യത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നുപോയത്. അപ്പം അദ്ദേഹത്തിന് അവസാന കാലങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ഇൻകം ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഫഷനിലാണെങ്കിൽ പ്രൊഫഷണൽ നിങ്ങളുടെ ടൂൾസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്കില്ല് വളർത്താനോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻകം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഫ്രഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ 1 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ലോങ് ടൈമിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനങ്ങളും ലാഭങ്ങളും നേട്ടങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാക്കി തരും. സോ അത് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശവും. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള പണം വളർത്താൻ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ്സ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ മാർക്കറ്റ് വോളറ്റിലിറ്റിയിലേക്ക് പേടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം നഷ്ടപ്പെടാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. April 30 വരെയാണ് നിങ്ങൾക്ക് NFO ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി 5 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain signing off.